പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു നിമിഷം എന്ന നമ്മളുടെ ഈ പരിപാടി കുറച്ചു നാൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും അത് ആരംഭിക്കുന്നതിനുള്ള സാഹചര്യം മാതാവ് ഒരുക്കി തന്നിരിക്കുകയാണ്. നമുക്ക് ആ പരിപാടിയിലേക്ക് ഭക്തിപൂർവ്വം പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയെ രാജ്ഞി എന്ന് സംബോധന ചെയ്യുന്ന വളരെ പഴയൊരു പാരമ്പര്യം സഭയിൽ നിലനിൽക്കുന്നുണ്ട്. ആവർത്തിച്ച് മാതാവിനെ രാജ്ഞി എന്ന് വിളിക്കുന്നത് വളരെ വലിയൊരു അഭിമാനമായി സഭ ഇന്നും കരുതുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന ലുത്തിനിയായിൽ ഏതാണ്ട് 13 പ്രാവശ്യം മാതാവിനെ രാജ്ഞി എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നുണ്ട്. സമാധാനത്തിൻ്റെ രാജ്ഞി, കർമ്മല സഭയുടെ രാജ്ഞി, വന്ദകന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, അങ്ങനെ വിവിധങ്ങളായ സംജ്ഞകളിൽ മാതാവിനെ രാജ്ഞി എന്ന് വിളിച്ച് നമ്മൾ സംബോധന ചെയ്യുകയാണ്. ഈ രാജ്ഞി എന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കുന്നത് ഈ രാജ്ഞിപദം മാതാവിന് നൽകുന്നതിൽ എന്താണ് യഥാർത്ഥമായ അതിൻ്റെ യാഥാർത്ഥ്യം, ഏത് സത്യത്തിലൂന്നിയാണ് മാതാവിനെ രാജ്ഞി എന്ന് വിളിക്കുന്നത്. അതിന് വിശുദ്ധ അത്തനേഷ്യസ് നൽകുന്നൊരു മറുപടി ഇതാണ്: പരിശുദ്ധ അമ്മ രാജാക്കന്മാർ രാജാവായ യേശുവിൻ്റെ അമ്മയാണ്. രാജാവിൻ്റെ അമ്മയെ രാജ്ഞി എന്ന് സംബോധന ചെയ്യുന്നത് സ്വാഭാവികം. അപ്പോൾ രാജാക്കന്മാർ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തെ രാജ്ഞി എന്ന് സംബോധന ചെയ്യുന്നത് വളരെയധികം ഉചിതമാണ്, അർത്ഥപൂർണമാണ് എന്ന് അദ്ദേഹം സാക്ഷിക്കുകയാണ്. അതുപോലെ വിശുദ്ധ ബനവന്തുര പറയുന്നത് മാംസം ധരിക്കാൻ പോകുന്ന വചനത്തിൻ്റെ അമ്മയാകാൻ സ്വന്തം ഉദയത്തെ സ്വീകരിക്കുവാൻ തയ്യാറായ ആ നിമിഷം അവൾ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു. അങ്ങേ ഇതം പോലെ ഇനിയിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് മാതാവ് സമ്മതം മൂളിയതോടെ അവൾ രാജ്ഞിയായി തീർന്നു. അങ്ങനെ ആ രാജ്ഞിത്വം, മാതാവ് സ്വീകരിച്ച ആ രാജ്ഞിത്വം എല്ലാ വിധത്തിലും അർത്ഥത്തിലും നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ദൈവത്തിന് ആരൊക്കെ വിധേയപ്പെട്ടിരിക്കുന്നുവോ, ദൈവത്തെ രാജാധിരാജനായി, ക്രിസ്തുവിന് രാജാധിരാജനായി ആരൊക്കെ അംഗീകരിക്കുന്നുവോ അവരെല്ലാം ദൈവത്തിന്, ക്രിസ്തുവിന് വിധേയത്വവും അനുസരണം പാലിക്കുന്നവരാണ്. ഇങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നവർ, യേശുവിനനുസരിക്കുന്നവർ, യേശുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കുന്നവർ മാതാവിനെ രാജ്യത്വം അംഗീകരിക്കുകയും മാതാവിന് വിധേയപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. വെറുതെ രാജ്ഞി എന്ന് വിളിക്കുക മാത്രമല്ല, ഒരു രാജ്ഞിക്ക് കൊടുക്കേണ്ട അനുസരണവും വിധേയത്വവും കൊടുക്കുവാൻ മനുഷ്യനങ്ങനെ തയ്യാറാവുകയും ചെയ്യുന്നു. ഈ മാതാവിൻ്റെ രാജ്ഞത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ രാജ്ഞിത്വവും കരുണയുടെ രാജ്ഞിത്വമാണ് എന്ന് പറയാറുണ്ട്. രാജകീയ പദവി, രാജ്ഞിത്വത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന് അധികാരം, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുവാനുള്ള അധികാരം. പാവപ്പെട്ടവന്
നീതി നടത്തിക്കൊടുക്കുവാനുള്ള അധികാരം, അനീതി പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതിനുള്ള അധികാരം. ഒരു വശത്ത് രാജ്യത്വത്തിൻ്റെ അധികാരം അതാണ്. മറുവശത്ത് കാരുണ്യം, അനുകമ്പ, സ്നേഹം ഇതൊക്കെ പ്രകടിപ്പിക്കുവാനുള്ള അധികാരവും രാജ്ഞിക്കുണ്ട്. തെറ്റ് ചെയ്തവനായാലും ക്ഷമിക്കുവാനുള്ള അധികാരവും, ക്ഷമിച്ചുകൊണ്ട് തൻ്റെ ശിക്ഷകളിൽ നിന്നെല്ലാം ഒഴിവാക്കുവാനുള്ള അധികാരവും ഈ രാജ്ഞിക്ക് എല്ലാ പ്രജകളുടെയും മേലും ഉണ്ടായിരിക്കും. കർത്താവ് രാജാവാണ്. അവിടത്തേക്ക് ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട്, കരുണ കാണിക്കുവാനുള്ള അവകാശവുമുണ്ട്. സാധാരണ പറയുന്നത്, വിശുദ്ധന്മാർ പറയുന്നത്, ഈ അധികാരങ്ങളിൽ ഒന്ന് കർത്താവ് തനിക്കായി മാറ്റിവയ്ക്കുകയും മറ്റൊന്ന് മാതാവിന് കൊടുക്കുകയും ചെയ്യുന്നു. മാതാവിന് കൊടുത്തിരിക്കുന്നത് കരുണയുടെയും വാത്സല്യത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഒക്കെ അപ്രത്യേകമായ അധികാരമാണ്. പാപികളെ തിരികെ സ്വീകരിക്കുവാൻ, പാപികളോട് കരുണ കാണിക്കുവാൻ, തെറ്റു ചെയ്തവരെ നിരാശയിൽ നിന്നും ദുഃഖത്തിൻ്റെ പടുവിൽ നിന്നും മോചിപ്പിച്ച് അവരെ സംഹരിക്കുവാൻ ഒക്കെയുള്ള ആ പ്രത്യേകമായ മേഖല, അത് കർത്താവ് മാതാവിനായി നൽകിയിരിക്കുകയാണ്. മാതാവിന് നീതിയുടെ രാജ്ഞിത്വം എന്നതിനേക്കാൾ കരുണയുടെ രാജ്ഞിത്വവും നൽകിയിരിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായി വിശുദ്ധന്മാർ പറയുന്നത്. അവസാന വിധിനാളിൽ കർത്താവ് എല്ലാ പ്രതാപത്തോടുകൂടിയും വരും. അവിടുന്ന് വരുന്നത് നിത്യവിധിയാളനായിട്ടാണ്. ആദ്യത്തെ വരവിൽ അവിടുന്ന് ശാന്തനായിരുന്നു, വിനീതനായ ഒരു പിഞ്ചു പൈതലായി കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിൽ പിറക്കുകയാണ്. എന്നാൽ അവിടുത്തെ രണ്ടാമത്തെ വരവ് തേജസ്സോടുകൂടെ, മഹിമ പ്രതാപത്തോടുകൂടെ തൻ്റെ രാജകീയമായ അധികാരം എടുത്തു പ്രയോഗിക്കുവാനും തന്നെ ധിക്കരിക്കുകയും നിരസിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തവർക്ക് തക്കതായ നീതിപൂർവമായ ശിക്ഷ നൽകുവാനും വേണ്ടിയാണ്. ഈ സന്ദർഭത്തിലും മാതാവിന് ഒരു പ്രത്യേക റോള് അവിടെയുണ്ട്. ഈ കാർക്കശ്യവും കാഠിന്യവുമെല്ലാം ഒന്ന് മയപ്പെടുത്തുവാനും തൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയിലൂടെ, മാതൃവാത്സല്യത്തിൻ്റെ മസൃണമായ ശുപാർശയിലൂടെ, മധ്യസ്ഥതയിലൂടെ നീതിമാന ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ ശിക്ഷാവിധിക്ക് അയവ് വരുത്തുവാൻ, മൃദുത്വം വരുത്തുവാൻ മാതാവിൻ്റെ ഈ പ്രത്യേകമായ മാധ്യസ്ഥം ഉപകരിക്കുകയും ചെയ്യും. ഇത് പ്രത്യേകമായും നമുക്ക് പാപികളായ മനുഷ്യർക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന, വളരെയേറെ സാന്ത്വനവും വളരെ പ്രത്യാശയും ഒക്കെ നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. സെയിൻറ്റ് ആൽബർട്ട് ദ ഗ്രേറ്റ്, മഹാനായ വിശുദ്ധ ആൽബർട്ട്, മനോഹരമായ ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ എസ്തർ രാജ്ഞി, ആ രാജ്ഞി ഒരു യഹൂദ സ്ത്രീയായിരുന്നു. നല്ല അഴകുള്ളവളായിരുന്നു. രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി തൻ്റെ അന്തഃപുരത്തിലേക്ക് അവളെ കൊണ്ടുചെല്ലുന്നു. രാജ്ഞിപദം നൽകി അവളെ ആദരിക്കുന്നു. എസ്തർ രാജ്ഞിയായിത്തീരുന്നു. പക്ഷേ വളരെ വലിയൊരു അത്യാഹിതം അവിടെ സംഭവിച്ചു. ആമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. രാജാവിൻ്റെ ഏറ്റവും പ്രീതി നേടിയ ഒരു കാര്യസ്ഥനായിരുന്നു. ഈ ഹാമാൻ തന്നെ വേണ്ടത്ര ഒരു യഹൂദനായ മർദ്ദിക്യൂസ് ആദരിക്കുന്നില്ല,
ബഹുമാനിക്കുന്നില്ല എന്ന് കണ്ട് അതിന് വളരെ വലിയൊരു പ്രതികാരമെന്ന നിലയിൽ മർദ്ദോക്യോസ് ചെയ്യുന്നത് ഇതാണ്: നാട്ടിലുള്ള സകല യഹൂദരെയും കൊന്നുകളയുവാനുള്ള ഒരു ആജ്ഞ രാജാവിൽ നിന്ന് ഒപ്പിടുവിച്ച് വാങ്ങിക്കുകയാണ്. അത് രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചു, വിളംബരം ചെയ്തു. തീയതിയും നിശ്ചയിച്ചു, ഇന്ന ദിവസം എല്ലാ യഹൂദരെയും കൊന്നൊടുക്കണം. മർദ്ദോക്യോസ് ഇദ്ദേഹത്തിൻ്റെ അനന്തരവളായ എസ്തേർ രാജ്ഞിയെ വിവരം ധരിപ്പിച്ചു. ആ അപകടമാണ്. നിൻ്റെ പ്രത്യേകമായ സ്ഥാനം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് നിൻ്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും രക്ഷിക്കുവാനുമാണ്. ആദ്യം എസ്തേർ വിസമ്മതിച്ചു. രാജകീയ നടപ്പനുസരിച്ച് അങ്ങനെയല്ല, അപ്രീതികരമായൊരു രീതിയിൽ രാജപ്രത്യുമൻ ക്ഷണിക്കാതെ രാജസന്നിധിയിൽ കടന്നു ചെന്നാൽ കൊന്നുകളയാനുള്ള അധികാരം രാജാവിനുണ്ട്. പക്ഷെ മർദ്ദോക്യോസ് പറഞ്ഞു, അങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, നിൻ്റെ പ്രത്യേകമായ ദൗത്യം ഇതാണ്, അത് നീ നിറവേറ്റണം. അവസാനം എസ്തേർ രാജ്ഞി സമ്മതിച്ചു. രാജസന്നിധിയിൽ ചെല്ലുന്നു. വളരെ ഒരുക്കത്തോടുകൂടെ ദീർഘനാളത്തെ പ്രാർത്ഥനയും ഉപവാസവും പരിഹാര പ്രവൃത്തികളും ഒക്കെ കൊണ്ട് സ്വയം ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ പ്രീതി നേടിക്കൊണ്ടാണ് എസ്തേർ അഹസ്വേരോസ് രാജാവിൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്ന് വിവരമെന്തെന്ന് രാജാവ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ജനത്തെ അങ്ങ് രക്ഷിക്കണം. രാജാവ് അത്ഭുതപ്പെട്ടു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? രാജ്ഞി വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. തനിക്കും തൻ്റെ ജനത്തിനുമെതിരായ ഒരു വലിയ നാശകരമായ ഒരു കൽപ്പന അങ്ങയുടെ നാമത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജാവ് ചോദിച്ചു, ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്? കിട്ടിയ അവസ്ഥ വിനിയോഗിച്ചുകൊണ്ട് എസ്തേർ രാജ്ഞി യാതൊരു സങ്കോചവും കൂടാതെ ഹാമാൻ്റെ നേരെ വിരൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യനാണ് ഇതിനൊക്കെ ഉത്തരവാദി. എന്നിട്ട് രാജ്ഞി പറയുന്നത് ഇതാണ്: അങ്ങേക്ക് എനിക്ക് പ്രീതിയുണ്ടെങ്കിൽ, അങ്ങയുടെ പ്രീതി നേടുവാൻ ഞാൻ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നെയും എൻ്റെ ജനത്തെയും രക്ഷിക്കണം. അവിടെ പറയുന്നത് രാജാവ് അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോടുള്ള സ്നേഹം മൂലം ഹാമാൻ തയ്യാറാക്കിയ ആ വിളംബരം പിൻവലിക്കുകയും ഇസ്രായേലിനെ സ്വതന്ത്രരാക്കുകയും ഇതിനൊക്കെ കാരണഭൂതനായി നിന്ന ഹാമാനെ കഴുമരത്ത് തൂക്കുവാൻ കൽപ്പനയിടുകയും ചെയ്തു. ഹാമാൻ്റെ കൊട്ടാരവും സ്വത്തുമെല്ലാം മർദ്ദോക്യോസ് നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു വളരെ വലിയ ഒരു സന്തോഷം, ജീവൻ ഈ സമൂഹത്തിന് നൽകുവാൻ എസ്തേർ രാജ്ഞിക്ക് കഴിഞ്ഞു. എസ്തേർ രാജ്ഞിക്ക് രാജാവിന് പ്രീതി ഉണ്ടായിരുന്നത് മൂലം. എന്നിട്ട് വിശുദ്ധ ആൽബർട്ട് പറയുന്നത്, എസ്തേർ രാജ്ഞിക്ക് രാജാവിന് പ്രീതി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികമായി 1000 മടങ്ങ് വലുതാണ് മാതാവിന് ദൈവത്തിന് മുമ്പിലുള്ള പ്രീതി. മാതാവ് ദൈവത്തിന് പ്രീതി നേടിയിരിക്കുന്നു. അതുകൊണ്ട് മാതാവ് മധ്യസ്ഥം വഹിച്ചാൽ ദൈവം അത് സ്വീകരിക്കും. പൂർണ്ണമായും എല്ലാ അപകടങ്ങളിൽ നിന്നും മോചിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ടത്, പാപികളായ നമ്മളെ മാതാവ് എങ്ങനെയായിരിക്കും കാണാൻ പോവുക? എന്തുമാത്രം പാപങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പാപത്തിനൊരു വലിയ കൂമ്പാരം തന്നെ ഞാൻ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ മറികടക്കുവാൻ മാതാവിന് കരുണയ്ക്ക് സാധിക്കുമോ? ഈ പാപത്തിൻ്റെ കൂമ്പാരം കാണുമ്പോൾ മാതാവും എന്നെ ഉപേക്ഷിക്കുകയില്ലേ? അതിനുള്ള മറുപടി ഇതാണ്: മനുഷ്യൻ്റെ പാപം, മനുഷ്യൻ്റെ അതിക്രമങ്ങൾ എത്രയ്ക്ക് ഭീകരമായിരുന്നാലും, എത്രയ്ക്ക് എണ്ണമറ്റതായിരുന്നാലും മാതാവിൻ്റെ കരുണയെ അതിജീവിക്കുവാൻ
ഉല്ലംഘിക്കുവാൻ അതിന് സാധിക്കുകയില്ല. ഈ പാപ കൂമ്പാരത്തെയൊക്കെ മറികടന്ന് മാതാവിൻ്റെ കരുണ നമ്മുടെ മേലേക്ക് ഒഴുകും. മാതാവിൻ്റെ കാരുണ്യത്തെ തടഞ്ഞു നിർത്താൻ നമ്മുടെ പാപ കൂമ്പാരങ്ങൾക്ക് കഴിയുകയില്ല. ഇതൊരു വലിയ ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ എത്ര വലിയ പാപികളായിരുന്നാലും നിരാശപ്പെടേണ്ട. മറിയത്തിൻ്റെ വലിയ വിശുദ്ധിയോർത്തും വലിയ പദവിയോർത്തും ദൈവമാതാവെന്നുള്ള അവസ്ഥയോർത്തും നമ്മൾ ഭയാകുലരാകേണ്ടത് ആവശ്യമില്ല. കൂടുതൽ മാതാവിൻ്റെ വിശുദ്ധിയും നന്മയും വർദ്ധിക്കും തോറും നമുക്ക് മാതാവിനെ സമീപിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുകയാണ്. കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടെ നമുക്ക് ദൈവത്തെ സമീപിക്കുവാൻ സാധിക്കും. മാതാവിൻ്റെ സംരക്ഷണം, മാതാവിൻ്റെ ഭക്തിയുമായ മാധ്യസ്ഥ്യം നമ്മോടുകൂടെയുണ്ടെങ്കിൽ. തനിക്ക് കഴിവുള്ളതിനേക്കാൾ കൂടുതലായി മാതാവ് ഒന്നും വാഗ്ദാനം ചെയ്യുകയില്ല. എന്തൊക്കെ വാഗ്ദാനം ചെയ്യുന്നുവോ അത് നിറവേറ്റുവാനുള്ള കഴിവ് മാതാവിനുണ്ട്, ശക്തി മാതാവിനുണ്ട്, അധികാരം മാതാവിനുണ്ട്. റോമൻ ചക്രവർത്തിയായിരുന്ന ടൈറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ദീനാനുകമ്പയുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. ആര് എന്ത് അപേക്ഷിച്ചുകൊണ്ടും രാജസന്നിധിയിൽ ചെന്നാൽ തൻ്റെ കഴിവിന് അതീതമാണോ എന്ന് പോലും ചിന്തിക്കാതെ അവർക്ക് വാക്കു കൊടുക്കും, ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി പറഞ്ഞയക്കും. പക്ഷെ പിന്നീട് പലപ്പോഴും ഈ രാജാവ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുവാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് കണ്ട് രാജാവ് വളരെയേറെ വിഷമിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയില്ല. മാതാവിൻ്റെ ശക്തിക്ക് അതീതമായ ഒന്നല്ല ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് നേടിത്തരികയെന്നുള്ളത്. അത്രമേൽ ദൈവത്തിൻ്റെ പ്രീതിയും സ്നേഹവും വാത്സല്യവുമൊക്കെ നേടിയിരിക്കുന്ന വത്സലപുത്രിയാണ് പരിശുദ്ധ അമ്മ. തൻ്റെ ഈ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എത്ര വലുതായിരുന്നാലും അതിനേക്കാളൊക്കെ വലുതാണ് മാതാവിൻ്റെ കാരുണ്യം, മാതാവിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലുള്ള സ്വാധീനം. അതുകൊണ്ട് നമ്മളൊരിക്കലും നമ്മളിലേക്ക് തിരിഞ്ഞ് നിരാശപ്പെടാതെ അമ്മയിലേക്ക് തിരിഞ്ഞ് അമ്മയുടെ നന്മ കണ്ട് അമ്മയിൽ ആശ്രയിക്കുവാനും ആ മാതാവിലേക്ക് നമ്മെ സമർപ്പിക്കുവാനും നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മൾ എത്ര വലിയവരായിരുന്നാലും ശരി മാതാവിൻ്റെ കാരുണ്യം അറിയിക്കാത്തവരായി തീരുവാൻ തക്കവണ്ണം പാപികളായി നമ്മിലാരുമില്ല. മാതാവിൻ്റെ കരുണ നമുക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. അളവറ്റ കരുണയാണ് മാതാവിന് നമ്മുടെ മേലുള്ളത്. ദൈവത്തിൻ്റെ കരുണയുടെ സമ്പത്ത് നമ്മളിലേക്ക് തുറന്നു കയറുന്ന വാതിലാണ് പരിശുദ്ധ കന്യകാമറിയം. ആ വാതിൽ അടയ്ക്കപ്പെടുകയില്ല. അതുകൊണ്ട് നമുക്ക് വളരെയേറെ ഭക്തിയോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, ആശ്രയബോധത്തോടെ മാതാവിൻ്റെ മുൻപിൽ സമീപിക്കാം. മാതാവിൻ്റെ കാരുണ്യത്തിനായിട്ട് യാചിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മേ, കരുണയുടെ രാജ്ഞി, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അങ്ങയെ രാജ്ഞിയായി നൽകിയതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങ് രാജ്ഞിയായി ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നിടത്തോളം കാലം ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ലെന്ന്, ഞങ്ങളുടെ പാപങ്ങൾ അവർ എത്ര ഭീകരമായിരുന്നാൽ തന്നെയും അങ്ങയെ സമീപിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമാകുകയില്ലെന്നും നിങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ഈ ബോധ്യത്തോടും ഉറപ്പോടും കൂടെ പരിശുദ്ധ അമ്മേ, ഞങ്ങളെയും ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും സ്വന്തത്തിലും പെട്ട സർവരെയും അങ്ങയുടെ കാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.